കൽബിലെ നിലാവ് എന്നത് കെ.ടി. മുഹമ്മദ് എഴുതിയ മനോഹരമായ ഒരു പ്രണയഗാനമാണ്. പ്രകൃതിയെയും താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്ന നായികയെയും ഈ ഗാനത്തിൽ കവി അവതരിപ്പിക്കുന്നു. മലയാളികൾ ഒരു കാലത്ത് ഹൃദയത്തിലേറ്റിയ ഈ ഗാനം നമ്മുടെ സമ്പന്നമായ ഗാന സാഹിത്യ പാരമ്പര്യത്തിലേക്കുള്ള വാതിലാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ ഈ ഗാനം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നായികയുടെ സൗന്ദര്യം നായകൻ വർണ്ണിച്ച് പാടുന്ന രൂപത്തിലുള്ളതാണ് ഈ ഗാനം. കെ.ജെ. യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് കെ. രാഘവനാണ്. താമരപ്പൂക്കൾ ധാരാളമായി വിരിഞ്ഞു നിൽക്കുന്ന പൊയ്കയിൽ താമസിക്കുന്നവളായി കവി തൻ്റെ നായികയെ വർണ്ണിക്കുന്നു. പഞ്ചവർണ്ണക്കിളിയെപ്പോലെ ഭംഗിയുള്ളവളാണ് അവൾ. മനോഹരിയായ റാണിയായി കവി അവളെ വിശേഷിപ്പിക്കുന്നു. വമ്പനാണെന്ന ഭാവത്തോടെ വന്ന അമ്പിളിമാമൻ പോലും അവളുടെ അഴക് കണ്ട് അമ്പരന്ന് നിന്നുപോയി. തൻ്റെ പ്രണയിനി അത്രമാത്രം സുന്ദരിയാണ് എന്ന പാട്ടിലൂടെ പറയുകയാണ് കാമുകൻ. നായികയെ കാണാനുള്ള നായകൻ്റെ കാത്തിരിപ്പും ഉത്കണ്ഠയുമാണ് ഗാനത്തിൽ ഭംഗിയായി ആവിഷ്കരിച്ചിരിക്കുന്നത്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്ന നായികയെ കാത്തിരുന്ന് അയാളുടെ കാൽ തരിച്ചു പോയതായി നായകൻ പറയുന്നു. കൺമണിയായ അവളെ കാണാൻ അയാളുടെ കണ്ണുകൾ കൊതിച്ചിരിക്കുകയാണ്. പ്രകൃതിയെയും നായികയെയും പരസ്പരം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള വർണ്ണനകളാണ് ഈ ഗാനത്തിൽ കാണാൻ കഴിയുന്നത്. പഞ്ചവർണ്ണ പൈങ്കിളിയുടെ ശോഭ പങ്കുവെക്കുന്നവളാണ് നായിക എന്ന സങ്കല്പം അതിമനോഹരമായിട്ടുണ്ട്. പൂനിലാവ് വിതറുമ്പോൾ പൂക്കളുടെ റാണിയായി പൂത്തു നിൽക്കുന്നവളാണ് നായിക എന്ന വിവരണത്തിലൂടെ പൂക്കളുടെ സൗന്ദര്യത്തെയും കടന്നു നിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് കാമുകി എന്ന അർത്ഥം ലഭിക്കുന്നു. വമ്പനായി ഉദിച്ചുയർന്ന അമ്പിളിമാമൻ നായികയെ കാണാനിടയായപ്പോൾ അമ്പരന്നു പോയി എന്ന വർണ്ണനയിലൂടെ ഭംഗി ഒന്നു വേറെ തന്നെയാണ്. ലളിതമായ പദപ്രയോഗങ്ങളും നാടൻ ഈണവുമാണ് ഈ ഗാനത്തിൻ്റെ പ്രത്യേകത. യുവതിയോടുള്ള പ്രണയം ഗാനരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് യുവാവ്. ഇന്നത്തെ പുതിയ കാല ചരിത്ര ഗാനങ്ങളിൽ അർത്ഥമില്ലാത്ത വാക്കുകളുടെ അതിപ്രസരമാണ് കാണാൻ കഴിയുന്നത്.